मेरे प्रियजनों, आप सभी को प्रभु यीशु मसीह के नाम में नमस्कार। എൻ്റെ പ്രിയജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. आज हम आपके सामने एक संदेश को रखने जा रहे हैं। ഇന്ന് നാം നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം വെക്കുവാൻ പോകുന്നു. हम प्रार्थना के साथ उसकी शुरुआत करें। അത് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. प्यारे पिता परमेश्वर, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, हम आपके चरणों में आते हैं ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. और प्रार्थना करते हैं प्रभु, അവർ പ്രാർത്ഥിക്കുകയാണപ്പാ. विनती करते हैं प्रभु। ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ് അപ്പച്ചാ. आज ये संदेश को ഈ സന്ദേശം जो हमने तैयार किए हैं प्रभु जी, ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ സന്ദേശം अनेक दिन की प्रार्थना उपवास के साथ में അനേക ദിവസങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസത്താലും आज ये संदेश देने के लिए अवसर दिया है। ഈ സന്ദേശം കൊടുക്കുവാൻ ദൈവം സന്ദർഭം തന്നല്ലോ. प्रियजन जो इसको सुन रहे हैं, ഈ വചനം കേൾക്കുന്ന उनके जीवनों में आप कार्य करना प्रभु। ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നീ ക്രിയ ചെയ്യണമേ. हम जानते नहीं उनकी अवस्थाएं क्या है, അവരുടെ അവസ്ഥകളൊന്നും ഞങ്ങൾ അറിയുന്നില്ല അപ്പ. लेकिन प्रभु जी എന്നാൽ ദൈവമേ, तू सबको देखता है, जानता है, समझता है। നിങ്ങൾ എല്ലാവരെയും അറിയുകയും അവരുടെ അവസ്ഥകൾ അറിയുന്ന ദൈവമാണ്. प्रभु आज हम प्रार्थना करते हैं, ദൈവമേ, ഞങ്ങൾ ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കും. इन जीवनों में आप कार्य करना, ഈ ജീവിതങ്ങളിൽ നീ ക്രിയ ചെയ്യണമേ. वचन उनके जीवनों में कार्य करे प्रभु जी। വചനം അവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യണം. वचन की सच्चाई भेद को समझे प्रभु जी। വചനന്റെ സത്യത്തെ അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ അവരുടെ ബുദ്ധികളെ തുറക്കണമേ. भूतकाल में कई घटनाएं घटी, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ വചനം നിറവേറി. आज भी घटनाएं घट रही है, ഇന്നും ഞങ്ങളുടെ വചനം നിറവേറുന്നു. आगे भी भविष्य काल में भी घटना घटने वाली है। മുമ്പോട്ടും അങ്ങയുടെ വചനം നിറവേറും ഞങ്ങൾ അറിയുന്നു. प्रभु हम जानते हैं ഞങ്ങൾ അറിയുന്നപ്പ कोविड की महामारी से ഈ കോവിഡിനായി अनेक लोगों का नौकरी नष्ट हो गया, അനേകരുടെയും ജോലികൾ നഷ്ടമായി, धंधा बंद हो गया, ബിസിനസ്സുകൾ നഷ്ടമായി, अनेक लोगों के सपने अधूरे हो गए, पूरे नहीं हुए। അനേകരുടെ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ നഷ്ടമായി, कईयों ने अपने पति को खोया, അവരുടെ കുടുംബങ്ങളെ ഭർത്താക്കന്മാരെ നഷ്ടമായി, पत्नियों को खोया, അനേക ഭാര്യമാരെ നഷ്ടമായി, बच्चों को खोया, അനേക കുടുംബങ്ങളെ മക്കളെ നഷ്ടമായി, माता पिता को खोया। മാതാപിതാക്കളെ നഷ്ടമാക്കി. उनका दुख उनके साथ में है प्रभु जी। അങ്ങനെയുള്ള എല്ലാവരും ദുഃഖത്തിലാണ് നിങ്ങൾ അറിയുന്നത്. कई लोग आज भी कोविड से ग्रसित है। ഇന്നും അനേക കോവിഡിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. प्रभु हम पे दया कर, കർത്താവേ, ദേശത്തോട് മനസ്സറിയണമേ. पूरे पृथ्वी पर दया कर। ഈ മുഴുവൻ ലോകത്തോടും നിനക്ക് ദയ തോന്നണമേ. नूह के जमाने में आपने बाढ़ से तबाही मचाई, നോഹയുടെ കാലത്ത് ദൈവം വെള്ളപ്പൊക്കത്താൽ കർത്താവേ ലോകത്തെ നശിപ്പിച്ചു. उसका कारण पाप था, അതിന്റെ കാരണം പാപമായിരുന്നു. लेकिन फिर वही नूह परिवार और उन जानवरों के साथ जो भी चीज उस नाव के अंदर था, उससे इकोनॉमी को आपने फिर से लेके आया, खड़ा എന്നാൽ ആ किया। പെട്ടകത്തിൽ ജീവനോട് ശേഷിച്ച നോഹയുടെ കുടുംബവും അവർ ആ മൃഗങ്ങളിലൂടെ വീണ്ടും ഈ ലോകത്തെ പുനഃസ്ഥാപിച്ചപ്പോൾ आपा तू सब कुछ कर सकता है, ദൈവമേ, നിനക്ക് സകലവും ചെയ്യുവാൻ കഴിയും. असंभव को संभव करने वाला है। അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം. प्रभु एक बार और दया कर प्रभु जी। ഈ ഒരു പ്രാവശ്യം കൂടെ ലോകത്തോട് നിനക്ക് മനസ്സലിവ് തോന്നണമേ. प्रभु जी इकोनॉमी वापस चल पड़े, എക്കണോമി വീണ്ടും തിരിച്ചു ലെവൽ വരട്ടപ്പാ. महामारी को प्रभु जी जितने जल्दी पृथ्वी से दूर कर प्रभु। ഈ മഹാമാരിയെ ലോകത്തിൽ നിന്ന് മാറ്റണമേ കർത്താവേ. प्रभु तेरा वचन अटल है, നിന്റെ വചനം അത് സ്ഥിരമായുള്ളതാണ്. तूने ये कहा तो वो हो सकता है। നീ ഒന്ന് കൽപ്പിച്ചാൽ അത് സാധ്യമാകും കർത്താവേ. जीवन में एक बड़ी आशा की किरण होने दे प्रभु जी, ദൈവമേ, ലോകത്തിൽ ഒരു വലിയൊരു ആശയുടെ കിരണം ഉദിക്കട്ടെപ്പാ. वो तेरे तरफ से ही संभव है। നിനക്ക് മാത്രം അത് കഴിയും. आज का संदेश के द्वारा तू लोगों के जीवनों में प्रभु जी वचन का विश्वास को बढ़ाना, ഇന്നത്തെ വചനം മൂലം ഈ വചനം കേൾക്കുന്ന ഓരോ ഉള്ളങ്ങൾ ക്രിയ ചെയ്യണമേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. सारा महिमा आदर गौरव तुझे देते हैं प्रभु जी। എല്ലാ ആദർ മഹിമ ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പാ. आगे सब तू हमारे साथ रहना प्रभु। മുമ്പോട്ട് ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. अनुग्रह आशीष से भर प्रभु जी।
അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. वचन के द्वारा क्रिया करने दे प्रभु ഈ जी। വചനങ്ങളാൽ ദൈവമുള്ളതിൽ ക്രിയ ചെയ്യണമേ. पवित्र आत्मा क्रिया करना, പരിശുദ്ധാത്മാവ് തന്നെ ക്രിയ ചെയ്യണം. पवित्र आत्मा क्रिया करना, പരിശുദ്ധാത്മാവേ നീ ക്രിയ होली ചെയ്യണം. स्पिरिट क्रिया करना, പരിശുദ്ധാത്മാവേ നീ ക്രിയ ओ ചെയ്യണം. पवित्र आत्मा क्रिया करना। പരിശുദ്ധാത്മാവേ നിന്റെ പ്രവൃത്തി നീ ചെയ്യണമേ. तो अच्छा सहायक बनकर നീ നല്ല സഹായകനായി കൂടെ ഇരുന്ന് इनके जीवनों में कार्य करना, അറിയിച്ച് കേൾക്കുന്ന ജനത്തിന്റെ ക്രിയ ചെയ്യണമേ. उनके माता पिता में, बच्चों में, परिवारों में क्रिया करना। അവരുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ക്രിയ ചെയ്യണമേ. सारी महिमा तुझे प्रभु जी। എല്ലാ മഹത്വം വീണ്ടും അങ്ങേക്ക് അർപ്പിക്കുന്നു. प्रार्थना यीशु मसीह के नाम से मांगते हैं, सुन और उत्तर दे। പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. आमीन, आमीन, आमीन। मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, पहला तीमुथियुस 6:10 को हम पढ़ेंगे। വേദപുസ്തകത്തിൽ 1 തിമോത്തി 6:10 നാം ഇപ്രകാരം വായിക്കുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. क्योंकि रुपए का लोभ सब प्रकार की बुराइयों का जड़ है, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. जिसे प्राप्त करने का प्रयत्न करते हुए कितनों ने विश्वास से भटककर अपने आप को नाना प्रकार के दुखों से छलनी बना लिया है। ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. फिर परमेश्वर का वचन साथ में कहता है, അതിന്റെ കൂടെ ദൈവത്തിന് ഇപ്രകാരം പറയുന്നു: पर हे परमेश्वर के जन, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, तू इन बातों से भाग അത് വിട്ടോടി और धर्म നീതി यानी पवित्रता, എന്ന് പറഞ്ഞാൽ വിശുദ്ധി, भक्ति, ഭക്തി, विश्वास, വിശ്വാസം, प्रेम, സ്നേഹം, धीरज ക്ഷമ, और नम्रता സൗമ്യത का पीछा कर। എന്നിവയെ പിന്തുടരുക. ये सब बातें जो यहाँ लिखी है ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ मनुष्य की बुद्धि से नहीं कर सकता, മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ അത് തനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല. कारण उसकी बुद्धि संसार के चीजों को, बातों को और उसके भलाइयों को पाने की दौड़ में है। കാരണം മനുഷ്യന്റെ ബുദ്ധി എപ്പോഴും ഈ ലോകത്തിന്റെ ആവശ്യങ്ങളെ, ലോകത്തിന്റെ ധനം സമ്പാദിക്കുവാൻ അതിനുവേണ്ടി തന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കാറുണ്ട്. क्योंकि मनुष्य की आंख से जो देखते हैं കാരണം മനുഷ്യൻ തന്റെ കണ്ണുകൊണ്ട് കാണുന്നത് वो प्राप्त करने की इच्छा रखता है, അത് പ്രാപിക്കുവാൻ പലപ്പോഴും അവൻ ഇച്ഛ വെക്കുന്നു. लेकिन जब नहीं होता है പിന്നെ അത് സാധിക്കാതെ വരുമ്പോൾ वो गलत काम कर बैठता है। അത് താൻ തെറ്റിലേക്ക് മുമ്പോട്ട് പോകുന്നു. पैसा होना अच्छी बात है, ധനം നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ വേണം. पैसे से आप सारी चीजें खरीद सकते हैं, പൈസ, ധനം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുവാൻ കഴിയും. लेकिन जहाँ इंसान पैसे के माया जाल में फंस जाता है, എന്നാൽ ഈ പൈസ ധനത്തിന്റെ വഞ്ചനയിൽ നാം കുടുങ്ങി പോയി കഴിയുമ്പോൾ फिर उसको प्रभु कौन है समझ में नहीं आएगा। അത് കഴിഞ്ഞ് പിന്നെ അവന് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ वो കഴിയുന്നില്ല. परमेश्वर को जानने की कोशिश नहीं करेगा। അവൻ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ പോലും അവൻ ശ്രമിക്കാറില്ല. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, परमेश्वर का वचन, ദൈവത്തിന്റെ വചനം, परमेश्वर का पवित्र आत्मा ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് हमारा एक अच्छा सहायक है। അവൻ നമ്മുടെ സഹായിയാണ്. वो हमारे जीवन को बदल सकता है അവൻ നമ്മെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. और कोई इंसान വേറെ ഒരു മനുഷ്യനും आपको बदल नहीं सकता। നമ്മെ മാറ്റുവാൻ കഴിയുന്നതല്ല. आइए आज के ध्यान के लिए ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് हम पढ़ेंगे നാം വായിക്കാം कि यिर्मयाह नबी की किताब യെരമ്യാവിന്റെ പ്രവചനം 9 अध्याय, 9-ാം അധ്യായം. ये हमारा आज का विषय है। ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. प्रियजनों, എന്റെ ജനത്തിന്റെ आज की वर्तमान स्थिति के बारे में हम ये वचन क्या कहता है उसमें से देखेंगे। ഇന്നത്തെ നാം ഈ ജീവിക്കുന്ന ഈ കാലയളവിൽ ഈ ലോകം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. हम देख रहे हैं നാം കാണുന്നു अनेक जगह അനേക ഇടങ്ങളിൽ बड़े बड़े क्रिश्चियन राष्ट्र വലിയ വലിയ ക്രിസ്തീയ രാജ്യങ്ങൾ, और बड़े बड़े डेवलप्ड कंट्रीज, വലിയ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങള്, चांद में गए हुए लोग, ചന്ദ്രനിൽ പോയ മനുഷ്യർ, साइंटिस्ट लोग, വിദ്വാൻമാർ, WHO, WHO, UN, UN रिसर्च करने वाले, റിസർച്ച് ചെയ്യുന്നവര്, डॉक्टर्स ഡോക്ടർമാര്, और हम जैसे साधारण लोग, പിന്നെ നമ്മെ പോലുള്ള സാധാരണ മനുഷ്യരും
कोविड की महामारी से കോവിഡ് എന്ന മഹാരോഗത്താൽ ग्रसित है। പീഡിപ്പിക്കപ്പെടുന്നു. लॉकडाउन्स हुए, ലോക്ക്ഡൗൺ ആയി, अनेक लोगों की नौकरियां गई, അനേകരുടെ ജോലികൾ നഷ്ടമായി, अनेक के बिजनेस ठप हो गए, खत्म हो गए, അനേകരുടെ വ്യവസായങ്ങൾ നഷ്ടമായി, और अनेक लोग इस संसार को छोड़कर चले गए। അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. वो कहाँ गए അവരെവിടെ പോയി? वो उनका उन्हीं को मालूम है। അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, जीवन एक बार है, ഒരു പ്രാവശ്യം നമുക്ക് ജീവിക്കുവാൻ, उसके बाद में मृत्यु है, പിന്നെ മരണം, उसके बाद में न्याय का होना निश्चित है। പിന്നെ ന്യായവിധി നമുക്ക് നിശ്ചയിക്കപ്പെട്ടതാണ്. ऐसा बाइबल हमें सिखाती है। അങ്ങനെയാണ് ബൈബിൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. अब मेरा विषय यह है എന്റെ വിഷയം ഇതാണ്. कि एक व्यक्ति ഒരു മനുഷ്യൻ क्यों विश्वास करेगा। എന്തിനാണ് വിശ്വസിക്കേണ്ടത്? मेरे जीवन में എന്റെ ജീവിതത്തിൽ परेशानियां, കഷ്ടതകൾ, बीमारी, രോഗങ്ങൾ, मृत्यु के पास तक മരണത്തിന്റെ വക്കോളം लेके गया, കൊണ്ടുപോയി. लेकिन मुझे कोई छुटकारा नहीं मिला। എന്നാൽ എനിക്കൊരു വിടുതലും കിട്ടിയില്ല. ना दवाई से, മരുന്ന് കൊണ്ടോ, इलाज से, ट्रीटमेंट से, ട്രീറ്റ്മെന്റ് കൊണ്ടോ, या किसी व्यक्ति के द्वारा ഒരു മനുഷ്യന്റെ കാരണം കൊണ്ടോ मेरे को कोई छुटकारा नहीं मिला। എനിക്കൊരു വിടുതൽ കിട്ടിയില്ല. किसी ने मेरे लिए प्रार्थना किया, ഒരു വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. उनके घर में जाकर बैठ के उन्होंने मेरे लिए प्रार्थना किया। ഒരു ദേവദാസന്റെ ഭവനത്തിൽ ഞാൻ പോയി, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. मेरे जीवन में उस 3-4 दिन के बाद से അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞ ശേഷം मेरे जीवन में बदलाव आया। എന്റെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടായി. मैं वचन पढ़ना चालू किया, വചനം വായിക്കുവാൻ തുടങ്ങി. मेरे अंदर ही कुछ बदलाव महसूस होना चालू किया। എന്റെ അകത്ത് വലിയൊരു വ്യത്യാസം ഞാൻ കാണുവാൻ തുടങ്ങി. मैं धीरे से जहाँ भी जो भी कलीसिया में जाता था, ഏതെല്ലാം സഭകളിൽ ഞാൻ പോയി, प्रभु ने वो कलीसिया के साथ में जुड़कर ആ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് आराधना करने के लिए, ആരാധിക്കുവാൻ, और प्रभु की महिमा करने के लिए ദൈവത്തെ സ്തുതിക്കുവാൻ अवसर दिया। അവസരം തന്നു. लेकिन बड़े बड़े काम मैंने प्रभु का देखा। എന്നാൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ उस കണ്ടു. प्रकार से അതുപോലെ मेरे जीवन में എന്റെ ജീവിതത്തിൽ मैं उस दिन से ആ ദിവസം മുതൽ आज तक ഇന്നുവരെയും मैं विश्वास करता हूँ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. कि ये परमेश्वर ഈ ദൈവം, जो मुझे छुटकारा दिया है, എന്നെ വിടുവിച്ച ദൈവം, मेरे रोग से मुझे निकाला है, എന്നെ രോഗത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, सही में उनका इकलौता बेटा यीशु मसीह അവന്റെ പുത്രനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു उनके लहू से അവന്റെ രക്തത്താൽ मेरे पूरे पापों को धो दिया, എന്റെ മുഴുവൻ പാപവും എന്നെ കഴുകി, मेरे पापों को क्षमा किया, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് पाप के जो दाग थे उसको मिटा दिया, പാപത്തിന്റെ ദാഹം അതിനെ മായ്ച്ചു കളഞ്ഞു. और इस प्रकार से അങ്ങനെ यीशु मसीह में मैं आज धर्मी हूँ। യേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്. उसके बगैर और कुछ नहीं। അതല്ലാതെ എനിക്കൊന്നുമില്ല പറയുവാൻ. കാരണം वही परमेश्वर ने ആ ദൈവം आकाश और पृथ्वी को बनाया है। ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. ये मैं अपने ഇതെന്റെ पर्सनल एक्सपीरियंस से अनुभव करता हूँ। എന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. इसलिए मैं आज അതുകൊണ്ട് ഇന്ന് मेरे जीवन में എന്റെ ജീവിതത്തിൽ प्रभु की उपस्थिति को ദൈവത്തിന്റെ വലിയ സാന്നിധ്യം अनुभव से जानता हूँ, അനുഭവത്തിൽ ഞാൻ അറിയുന്നു, अनुभव से जीता हूँ। അനുഭവത്താൽ ജീവിക്കുന്നു. कई बातें मेरे मन में थी, എന്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു, कई चिंताएं थी, പല ചിന്തകളുണ്ടായിരുന്നു. कईयों से मेरे को बैर दुश्मनी थी, അനേകരോട് എനിക്ക് വൈരാഗ്യം, ദേഷ്യമുണ്ടായിരുന്നു, കോപമുണ്ടായിരുന്നു. कारण मेरी अवस्था वैसी थी। കാരണം എന്റെ അവസ്ഥ അപ്രകാരമായിരുന്നു. लेकिन आज परमेश्वर का प्रेम എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സ്നേഹം मेरे अंदर है। എന്റെ അകത്തുണ്ട്. वो प्रेम कोई डाल नहीं सकता, ആ സ്നേഹം മറ്റാർക്കും എന്റെ ഉള്ളിൽ പകരുവാൻ वो കഴിയുന്നതല്ല. प्रेम मेरे अंदर से कोई निकाल नहीं सकता। ആ സ്നേഹം എന്നിൽ നിന്ന് ആരും എടുത്തു കളയാനും സാധ്യമല്ല. मैं प्रभु में जीना चाहता हूँ, ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ मैं ആഗ്രഹിക്കുന്നു. प्रभु में मरना चाहता हूँ। ഞാൻ ദൈവത്തിൽ മറിയുവാൻ ആഗ്രഹിക്കുന്നു. प्रभु की इच्छा मेरे जीवन में पृथ्वी में पूरी हो, वही मेरा इच्छा है। ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ ഈ ഭൂമിയിൽ നിറവേറണം, അതാണ് എന്റെ ആഗ്രഹം. आज के वचन के लिए ഇന്നത്തെ ചിന്തയ്ക്കായി हम पढ़ेंगे
വായിക്കുന്നു. यिर्मयाह नबी 9वां अध्याय. യെരമ്യാ 9-ാം അധ്യായം. हम लोग एक एक वचन को पढ़ेंगे. आप लोग भी बाइबल अगर हो तो ठीक, नहीं तो इन वचनों को ध्यान से सुने. നമ്മളുടെ കയ്യിൽ വചനം ഉണ്ടെങ്കിൽ എടുത്തു വായിക്കാം, അല്ലെങ്കിൽ ഇത് വചനം ശ്രദ്ധയോടെ കേൾക്കുക. यिर्मयाह 9:1. യെരമ്യാ 9-ാം അധ്യായത്തിന്റെ 1-ാം വചനം. भला होता कि मेरा सिर जल ही जल और मेरी आंखें आंसुओं का सोता होती, कि मैं दिन रात अपने मारे हुए लोगों के लिए रोता रहता. വചനം ഇപ്രകാരം വായിക്കുന്നു. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തവും രാവും പകലും കരയേണ്ടതിന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരും ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. अब तीसरा वचन. 3-ാമത്തെ വചനം. अपनी अपनी जीभ को അവർ വ്യാജനായിട്ട് वे धनुष की नाई झूठ बोलने के लिए तैयार करते हैं. വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. और देश में बलवंत तो हो गए, परंतु सच्चाई के लिए नहीं. वे बुराई पर बुराई बढ़ाते जाते हैं. वे मुझको जानते ही नहीं, यहोवा की यह वाणी है. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ അവരുടെ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, परमेश्वर का वचन कहता है ദൈവത്തിന്റെ വചനം പറയുന്നു कि इंसान जो पृथ्वी में है परमेश्वर की सृष्टि है. മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. वो अपनी अपनी जीभ का इस्तेमाल മനുഷ്യൻ തന്റെ നാവിനെ झूठ बोलने के लिए, നുണ പറയുവാൻ, झूठ बोलकर भलाई को पाने के लिए, നുണ പറഞ്ഞ് നന്മ പ്രാപിക്കുവാൻ, झूठ बोलकर अपने आप को अच्छे पोजीशन पे लेके जाने के लिए, നുണ പറഞ്ഞുകൊണ്ട് വലിയ വലിയ സ്ഥാനങ്ങൾ കയറുവാൻ, और अनेक प्रकार के और മറ്റുള്ള കാര്യങ്ങളിൽ झूठ का इस्तेमाल कर रहे हैं. നുണയുടെ ഉപയോഗിക്കുന്നു. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, परमेश्वर ने हमारी आत्मा को बनाया. ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്. परमेश्वर की देन नहीं है झूठ. ദൈവം ഒരിക്കലും നമ്മളെ നുണ പറയുവാൻ പറഞ്ഞിട്ടില്ല. लेकिन संसार में ऐसी अदृश्य शक्तियां हैं, എന്നാൽ ഈ ലോകത്തിൽ വേറെ നമുക്ക് കാണുവാൻ കഴിയാത്ത വേറെ ശക്തികളും ഉണ്ട്. वो हमें हमारी आत्मा को नियंत्रण में जब ले लेता है, बुद्धि को नियंत्रण में ले लेता है, ആ ശക്തികൾ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ तो हम उसके अधीन हो जाते हैं നാം ആ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുവാൻ അതിന് വിധേയപ്പെടുന്നു. और उसका जाल हमारे ऊपर में फैल जाता है. അതിന്റെ നെറ്റ് നമ്മുടെ പുറത്ത് വീഴുന്നു. इसलिए परमेश्वर का वचन कहता है അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, वे बुराई पर बुराई बढ़ाते जाते हैं. അവൻ ദോഷത്തിന്റെ മേൽ ദോഷം പ്രവർത്തിക്കുന്നു. वे मुझको जानते ही नहीं. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. आज बुराई पर बुराई कर कर അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷം ചെയ്തിട്ട് अपने घर, അവരുടെ വീട്, उनके बंगले, അവരുടെ ബംഗ്ലാവ്, उनका रहने का स्थान, അവർ താമസിക്കുന്ന സ്ഥലങ്ങള്, उनके फ्लैट्स, ഫ്ലാറ്റുകള്, एक के ऊपर एक, ഒന്നിന്റെ പുറകെ ഒന്ന്, एक राज्य में एक, दूसरे राज्य में दूसरा, ഒരു രാജ്യത്ത് ഒരെണ്ണം, വേറെ രാജ്യത്ത് മറ്റൊരെണ്ണം, एक देश में एक और दूसरे देश में एक. ഒരു രാജ്യത്ത് ഒരെണ്ണം, മറ്റൊരു ദേശത്ത് ഒന്ന്. इस प्रकार से അങ്ങനെ बुराई पे बुराई करते जा रहे हैं. ദോഷത്തിന്റെ മേൽ ദോഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. उन्हें लग रहा है वो बढ़ रहे हैं. അവർ മനുഷ്യരാത് ചെയ്യുന്നവർ വിചാരിക്കുന്നത് ഞങ്ങൾ വളരുകയാണെന്ന്, हम अच्छा कर रहे हैं. ഞങ്ങൾ നന്മ ചെയ്യുന്നുവെന്ന്. लेकिन परमेश्वर कहता है എന്നാൽ ദൈവം പറയുന്നു, वे मुझको जानते ही नहीं. അവർ എന്നെ അറിയുന്നില്ല. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, परमेश्वर कितने दुख से बात बोल रहा है. ദൈവം എത്ര ദുഃഖത്തോടാണ് ഈ വചനം പറയുന്നത്. हमें वचन सिखाता है നമ്മൾ വചനം പഠിപ്പിക്കുന്നത് पाप की मजदूरी मृत्यु है. പാപത്തിന്റെ ശമ്പളം മരണമാണ്. अगर हम मेहनत करते हैं, നാം കഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നുവെങ്കിൽ उसका मजदूरी धन है. അതിന്റെ കൂലി എന്ന് പറയുന്നത് നമുക്ക് ശമ്പളം അല്ലെങ്കിൽ പൈസ കിട്ടും. लेकिन पाप की मजदूरी भी मृत्यु है. ये एक बात को भी ध्यान में रखना. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് നാം മറന്നുപോകരുത്. मेरे प्रियजनों, എന്റെ പ്രിയ ജനമേ, उसका 6वां वचन को हम पढ़ेंगे. അതിന് യെരമ്യാ 9:6 നാം വായിക്കുന്നു. तेरा निवास छल के बीच है, छली के कारण वे मेरे ज्ञान नहीं चाहते, यहोवा की यह वाणी है. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു, വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. तीसरे में हमने देखे 3-ാം വചനത്തിൽ നാം വായിച്ചു, वे मुझको जानते नहीं.
അവർ എന്നെ അറിയുന്നില്ല. 6वें में हम देखते हैं 6-ാം വചനത്തിൽ നാം വായിക്കുന്നു, वे मेरा ज्ञान नहीं चाहते। അവർ എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, होशे 4:6 में लिखा है, ഹോശേയ 4:6 നാം ഇപ്രകാരം വായിക്കുന്നു, मेरे ज्ञान के ना होने से मेरी प्रजा नाश हो गई। तूने मेरे ज्ञान को तुच्छ जाना है, इसलिए मैं तुझे अपना याजक रहने के अयोग्य ठहराऊंगा। और इसलिए कि तूने अपने परमेश्वर की व्यवस्था को तज दिया है, मैं तेरे लड़के बालों को छोड़ दूंगा। പരിജ്ഞാനമില്ലായ്യാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. देखिए यहाँ पर लिखा है मेरे ज्ञान के ना होने से। ഇവിടെ നാം വായിക്കുന്നത് ഹോശേയ 4:6 നാം വായിക്കുന്നത് പരിജ്ഞാനമില്ലായ്യാൽ എന്റെ ജനം നശിച്ചു പോകും. वहाँ ये नहीं लिखा है അവിടെ ഇതല്ല എഴുതിയിരിക്കുന്നത്, कि मेरे वचन के ना होने से। എന്റെ വചനമില്ലാത്തത് കൊണ്ടല്ല നശിച്ചു പോകുന്നു എന്നല്ല നാം വായിക്കുന്നത്. वचन एक जानकारी है, വചനം ഒരു അറിവാണ്, लेकिन उसके अंदर की बहुत भेद है। उसे परमेश्वर का भय और परमेश्वर के अधीन होकर ही परमेश्वर का आत्मा हमें समझाता है। ദൈവവചനത്തിലുള്ള അറിവ് നാം ദൈവഭയത്തോടെ അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. इसीलिए मेरे प्रियजनों, അതുകൊണ്ട് പ്രിയജനമേ, वचन ज्यादा होने से आपका जीवन में बदलाव नहीं आएगा। നമ്മുടെ ഹൃദയത്തിൽ വചനം ഒത്തിരി ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരികയില്ല. उसके अंदर के मर्म को, भेद को, അതിനകത്തുള്ള വചനത്തിനകത്തുള്ള ഭേദങ്ങൾ അല്ല മർമ്മങ്ങള് वो हमको जानना चाहिए। അത് നാം അറിയണം. वो हम संसार में नहीं सीख सकते, അത് ഈ ലോകത്തിൽ നമുക്ക് പഠിക്കാൻ, बाइबल कॉलेज से हम नहीं सीख सकते, ബൈബിൾ കോളേജിൽ നിന്നും പഠിക്കാൻ സാധ്യമല്ല. लेकिन आपके पास वचन है। എന്നാൽ നിങ്ങളുടെ കയ്യിൽ വചനമുണ്ടോ? परमेश्वर ने यीशु मसीह का एक वायदा था, पवित्र आत्मा एक अच्छा सहायक भेजेगा। ദൈവത്തിന്റെ വചനമാണ്, ഹല്ലേലൂയ, വാഗ്ദത്തമാണ്, നല്ല സഹായകനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരാമെന്ന്. वो हमारे लिए दिया है, അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. उसके अधीन हो जाओ। പരിശുദ്ധാത്മാവിന് അധീനരാകുക. यीशु मसीह ने कहा, യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, मेरी बातों में से वो तुमको लेकर बताएगा। എന്റെ വചനത്തിൽ നിന്ന് അവൻ നിങ്ങളെ പഠിപ്പിക്കും. हाँ, तो इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? तो आप कोई भी प्रकार से, वेबसाइट से, बाइबल कॉलेज से या किसी दास से आप सुनेंगे जरूर, നാം ബൈബിൾ കോളേജുകളിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ദൈവദാസന്മാരിൽ നിന്നോ നമുക്ക് വചനം കേൾക്കുവാൻ കഴിയും. लेकिन എന്നാൽ परमेश्वर का आत्मा हमें समझाएगा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. मेरे प्रियजनों, उसके लिए हम समर्पण करें। അതുകൊണ്ട് നാം അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. यहाँ 6वें वचन में लिखा है, तेरा निवास छल के बीच में है। യെരമ്യാ 9:6 വായിക്കുന്നത്, നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാണ്. क्योंकि ऐसे लोग ही पृथ्वी में जी रहे हैं। क्योंकि അങ്ങനെയുള്ള മനുഷ്യരാണ് ലോകത്തിൽ ജീവിക്കുന്നത്. मनुष्य कोई भी खराब नहीं है, ഒരു മനുഷ്യനും തന്നെ അഴുക്കല്ല. क्योंकि परमेश्वर ने मनुष्य को കാരണം ദൈവ മനുഷ്യനെ अपने स्वरूप में, अपनी समानता में बनाया। ദൈവ മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. अगर एक मनुष्य, एक व्यक्ति दारू पीता है, ഒരു മനുഷ്യൻ മദ്യപിക്കുന്നുവെങ്കിൽ, वो किसी प्रकार का हत्या करता है, അവൻ ഹത്യ ചെയ്യുന്നുവെങ്കിൽ, वो व्यक्ति खराब नहीं है। ആ മനുഷ്യൻ അഴുക്കായിട്ടല്ല. वो व्यक्ति में ये शक्ति जो काम कर रही है, ആ മനുഷ്യനകത്ത് ഈ ശക്തികൾ ക്രിയ ചെയ്തിട്ട് उसका मन वो करने के लिए पूर्ण रूप से तैयार करता है। ആ ശക്തികളാണ്, ദുർശക്തികളാണ് അവനെ, ആ മനുഷ്യനെ അഴുക്ക് പ്രവർത്തികൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, इसलिए लिखा है, അതുകൊണ്ട് എഴുതിയിരിക്കുന്നു, तेरा निवास छल के बीच में है। നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാണ്. छली के कारण वे मेरे ज्ञान नहीं चाहते। വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു. हम आगे देखते हैं, നാം മുമ്പോട്ട് താഴോട്ട് വായിക്കുമ്പോൾ परमेश्वर कहते हैं, मेरे ज्ञान के न होने से मेरी प्रजा नष्ट हो गई है। ദൈവത്തിന്റെ വചനം പറഞ്ഞു, പരിജ്ഞാനമില്ലായ്യാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. इसलिए मेरे प्रियजनों, आज वचन हमारे जीवन में होना बहुत जरूरी है। അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വചനം വളരെ അത്യാവശ്യമാണ്, നമ്മൾ വേണം. उससे बढ़कर उसका ज्ञान, उसका भेद, उसका मर्म हमको समझना जरूरी है। അതിലുപരിയായി ദൈവത്തെക്കുറിച്ചുള്ള, ദൈവവചനത്തെക്കുറിച്ച് പരിജ്ഞാനം നമുക്ക് വേണം. आज अनेक लोग അനേക മനുഷ്യര് परेशान, हताश, निराश, बीमार, दुख में क्यों हैं? അനേക മനുഷ്യർ ഇന്ന് ദുഃഖിതരാണ്, രോഗികളാണ്, പ്രയാസത്തിലാണ്, നിരാശയിലാണ്. എന്തുകൊണ്ടാണ്? कारण
पहला तो वचन को जानते नहीं है, ആദ്യമായിട്ട് അവൻ വചനം അറിയുന്നില്ല. अगर वचन मालूम भी है तो उसके मर्म और भेद को नहीं समझ रहे. അത് അറിയുന്നു, മനസ്സിന് ഹൃദയത്തിനകത്ത് വചനമുണ്ട്, എന്നാൽ വചനത്തിന്റെ ഭേദ അല്ല അർത്ഥങ്ങൾ അത് വഴിയുണ്ട് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. इसीलिए वो शक्तियाँ हमें छोड़ के या हमारे विरुद्ध में खड़े होने से दूर भागती नहीं है. അതുകൊണ്ട് ഈ ദുഷ്ടശക്തികൾ, നമ്മുടെ എതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ അത് മാറിപ്പോവാൻ അതിന് കഴിയുന്നില്ല. आइए हम आगे भी हम देखते हैं कुछ वचनों को. മുമ്പോട്ട് ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. उसका 7वां वचन, യെരമ്യാ 9:7 വചനം. इसलिए सेनाओं का यहोवा यो कहता है, देख मैं उनको तपा कर परखूंगा, क्योंकि अपनी प्रजा के कारण मैं उनसे और क्या कर सकता हूँ. ദൈവത്തിന്റെ അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും, എന്റെ ജനത്തിന്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റൊന്ന് എന്ത് ചെയ്യേണ്ടു. अब आज आप देखते हैं ഇന്ന് നാം കാണുന്നു ലോകത്തില് हर 100 साल के बाद में എല്ലാ 100 വർഷം കഴിയുമ്പോഴും एक बाधा आई है, ഓരോ ബാധകൾ വന്നു. और वो बाधाओं में ये भी 1920 का जो बाधा है, 1919 का जो बाधा है, ये भी करेक्ट एग्जैक्ट 100 साल के बाद में आई है. 2019 വന്ന ഈ ബാധയും ഈ 100 വർഷത്തിന് ശേഷമാണ് വന്നത്. अब इसके बारे में हम लोग एक वीडियो बाद में डालेंगे. അതിനെ കുറിച്ചൊരു വീഡിയോ പിന്നെ ഇടാം. इसमें लिखा है, सेनाओं का यहोवा कहता है, देख मैं उनको तपा कर परखूंगा. 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. आज कोविड के चलते ഇന്ന് കോവിഡ് മൂലം कितने लोग तपा गए, എത്രയോ പേര് ഉരുകി കഴിഞ്ഞു. कई लोग नाश हो गए, അനേകർ നശിച്ചു പോയി. उनके सपने टूट गए, അവരുടെ സ്വപ്നങ്ങള്, അവർ കണ്ട സ്വപ്നങ്ങളൊക്കെ बच्चों की നഷ്ടമായി. पढ़ाइयाँ नष्ट हो गई, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിന്നുപോയി. माता पिता, कई लोग अपने पति को खो दिया, कई लोग पत्नी को खो दिया, कई लोग बच्चों को खो दिया, कई लोग अपने बुजुर्गों को खो दिया. ചിലര് അനേകര് അല്ല തങ്ങളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അനേകർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, അനേകർ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, അനേകർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. प्रियजनों, എന്റെ പ്രിയജനമേ, ये क्यों? ഇതെന്തുകൊണ്ട്? परमेश्वर का वचन टलता नहीं है. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. फिर उसका 8 में लिखा है, അങ്ങനെ 8-ാം വായിക്കുന്നു, उनकी जीभ काल के तीर के समान भेदने वाली है, उससे छल की बातें निकलती है. वे मुंह से तो एक दूसरे से मेल की बात बोलते हैं, पर मन ही मन एक दूसरे की घात में लगे रहते हैं. അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായി കൊണ്ട് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. देखिए, परमेश्वर हमारे मनों को देखता है. ശ്രദ്ധിക്കുക, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. हम किसी के हृदय को नहीं परख सकते, നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യാൻ സാധ്യമല്ല. लेकिन परमेश्वर हमारे हृदय को देखता है. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യും. हमारे हृदय में अगर किसी के प्रति कुछ भेदभाव, कुछ बैर भाव, कुछ ऐसी ईर्ष्या कुछ है, तो നമ്മുടെ ഹൃദയത്തിൽ ആരെയും പറ്റിയെങ്കിലും എന്തെങ്കിലും ഈർഷ്യോ പകയോ പിണക്കമോ ഉണ്ടെങ്കിൽ परमेश्वर देखता है, जानता है. അത് ദൈവം അതിനെ കാണുകയും അറിയുകയും ചെയ്യുന്നു. बाहर से हम बोलेंगे नहीं है, പുറത്തുനിന്ന് നമ്മൾ പറയും ഇല്ല, എനിക്ക് അങ്ങൊന്നുമില്ല എന്ന്. लेकिन परमेश्वर का आत्मा हमारे अंदर की एक एक बातों को चेक करता है. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഓരോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. अब आप देखिए, परमेश्वर का वचन कहता है, क्या मैं ऐसी बातों का दंड ना दूं? यहोवा की वाणी है, क्या मैं ऐसी जाति से अपना पलटा ना लूं? 9-ാം വായനയിൽ, ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ, ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. क्योंकि परमेश्वर हमारा सृष्टि करता है. കാരണം ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്. सृष्टिकर्ता को पूरा हक है. സൃഷ്ടികർത്താവിന് പൂർണ്ണ അധികാരമുണ്ട്. अगर हम बोलेंगे हक नहीं भी है तो भी നാം പറയുകയില്ല അവന് എന്റെ മേൽ അധികാരമില്ല എന്ന് भी പറഞ്ഞാൽ परमेश्वर आपको इस पृथ्वी पर लाया है. ദൈവം ഈ ലോകത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ तो परमेश्वर को जो करना है वो करके रहेगा. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തനിക്ക് ചെയ്യേണ്ടത് താൻ ചെയ്തെടുക്കും. परमेश्वर प्रेम है, ദൈവം സ്നേഹമാകുന്നു. परमेश्वर आत्मा है. ദൈവം ആത്മാവാകുന്നു. आज भी परमेश्वर हमसे प्रेम करता है. ഇന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. अब हम उसके 12वें वचन की ओर हम जाएंगे. जो बुद्धिमान पुरुष हो वह उसका भेद समझ ले.
12-ാം വചനത്തിൽ വായിക്കുന്നത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആർ. और जिसने यहोवा के मुख से इसका कारण सुना हो वो बता दे. അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ് ആരോട് അരുളി ചെയ്തു? देश का नाश क्यों हुआ? ആര് വഴി പോകാതെ ദേശം നശിച്ചു ഭൂമിയിൽ വെന്തു പോകുവാൻ സംഗതി എന്ത്? क्यों वह जंगल की नाई ऐसा जल गया कि उसमें से होकर कोई नहीं चलता? ആരും വഴി പോകാതെ ദേശം നശിച്ചു പോയതിന് ഭൂമി ഒരു മരുഭൂമി പോലെ വെന്തു പോകാൻ സംഗതി എന്ത്? मेरे प्रियजनों, എന്റെ പ്രിയജനമേ, ये वचन को की गहराई को आप देखें. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിയാൽ, अगर आप बुद्धिमान है तो सोचिए, നിങ്ങൾ ബുദ്ധിമാന്മാരാണെങ്കിൽ നാം ചിന്തിക്കുക, हमें अगर परमेश्वर का भय है ദൈവഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ, तो वाकई में बुद्धि है. ദൈവഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ സത്യത്തിൽ നമുക്ക് ബുദ്ധിയുണ്ട്. ये सोचने के बारे में, ഇത് ചിന്തിക്കുവാൻ, ये क्यों हुआ ऐसा, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, इसका कारण आपको मालूम है तो वो भी आप बता दे. ऐसा परमेश्वर का वचन कह रहा है. ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് നിങ്ങൾക്ക് അറിയുന്നുവെങ്കിൽ അത് പറയുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ देश का नाश क्यों हुआ? ദേശം എന്തുകൊണ്ട് നശിച്ചു പോയി? क्यों आज बड़े बड़े राष्ट्र नष्ट हो गए? വലിയ വലിയ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് നശിച്ചു പോയി? कहाँ की आबादी कहाँ पर आप पहुंची? പോപ്പുലേഷൻ ലോക എവിടുന്ന് എവിടെയായി? कई लोग अनजाने में रातों रात चले गए. അനേകർ ലോകത്തിൽ നിന്ന് മരിച്ച് മൺമറഞ്ഞു. कोई घर के अंदर खाट में मरे, ചിലർ വീടിനകത്ത് കിടക്കമേൽ കിടന്ന് മരിച്ചു, कोई डाइनिंग हॉल में मरे, ചിലർ ഡൈനിങ് ഹാളിൽ മരിച്ചു, कोई किचन में पड़े रहे, കിച്ചണിൽ മരിച്ചു, कोई रोड में कईयों की लाशें मिली, അനേകർ ശവങ്ങൾ വഴി വഴിയെന്ന് കിട്ടി, चलते चलते गिर पड़े. നടന്ന് പോകുന്ന വഴിക്ക് മരിച്ചു. क्या ये मनुष्य का सोच है? ഇത് മനുഷ്യൻ വിചാരിച്ചതാണോ? ये विज्ञान का सोच है? देन है? സയൻസിന്റെ അതിന്റെ വിചാരമാണോ? ये एक महामारी, ഇതൊരു മഹാമാരിയാണ്. पाप की मजदूरी है. ഇത് പാപത്തിന്റെ ശമ്പളമാണ്. हम अपनी मर्जी से नहीं जी सकते. നാം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. परमेश्वर ने हमें वचन दिया है, ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. पवित्र शास्त्र बाइबल दिया है. ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട്. परमेश्वर ने हमें सहायक की आत्मा दिया है. ദൈവം നമുക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. तो यहाँ लिखा है ഇവിടെ എഴുതിയിരിക്കുന്നു, कि अगर कोई बुद्धिमान हो तो ये समझ ले कि देश का नाश क्यों हुआ. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ അത് പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ് ആരോട് അരുളി ചെയ്തു? देश का नाश क्यों हुआ? ഇത് ദേശം നശിച്ച് ഭൂമി പോലെ വെന്തു പോകാൻ സംഗതി എന്ത്? കാരണം എന്ത്? आज सारे रिसर्च साइंटिस्ट, डॉक्टर्स, WHO, UN सब चुप है. ഇന്ന് WHO, സയൻസ്, UN എല്ലാം ശാന്തമാണ്, മൗനമായിരിക്കുകയാണ്. क्योंकि उनके पास इसका जवाब नहीं है. കാരണം ഇതിന്റെ മറുപടി അവരുടെ കയ്യിലില്ല. एक ही जवाब है, ഒരേ ഒരു മറുപടി ഉള്ളൂ. परमेश्वर का वचन को मानो ദൈവത്തിന്റെ വചനം അനുസരിക്കുക, और उसके अनुसार चलो. അതനുസരിച്ച് ജീവിക്കുക. अब हम आगे देखते हैं. മുമ്പോട്ട് നാം വായിക്കുന്നു. तेरह, 15 और 16 इन वचनों को हम देखेंगे. യെരമ്യാ 9:13, 15, 16 വാക്യങ്ങൾ നാം വായിക്കുന്നു. और यहोवा ने कहा, क्योंकि उन्होंने मेरी व्यवस्था को जो मैंने उनके आगे रखी थी छोड़ दिया और न मेरी बात मानी और न उसके अनुसार चले हैं. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എന്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ. देखिए, ये व्यवस्था को मनुष्य ने छोड़ दिया. എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണം മനുഷ്യർ ഉപേക്ഷിച്ചു. परमेश्वर की आज्ञा को मानना छोड़ दिया. അവന്റെ വചനങ്ങളെ അനുസരിക്കുന്നത് മനുഷ്യൻ വിട്ടുകളഞ്ഞു. पुराने नियम से लेकर नए नियम तक പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വരെയും बहुत सारी बातें അനേക കാര്യങ്ങൾ आज्ञा के तौर पर, ആജ്ഞയായിട്ട്, नियम के तौर पर നിയമമായിട്ട് हमें चलने के लिए നമുക്ക് മനുഷ്യർക്ക് നടക്കുവാനായി दिया हुआ है, ദൈവം തന്നിട്ടുണ്ട്. लेकिन उसको छोड़ दिया. എന്നാൽ ദൈവം പറയുന്നത് അത് മനുഷ്യർ അത് ഉപേക്ഷിച്ചു കളഞ്ഞു. और न मेरी बात मानी न उसके अनुसार चले. അത് ദൈവം പറയുന്നത് എന്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ. हाँ, तो आप सोच के देखिए, അതുകൊണ്ട് നാം ചിന്തിച്ചു നോക്കുക, मानना भी है और चलना भी है.
അവന്റെ വാക്ക് കേൾക്കുകയും വേണം, അതനുസരിക്കുകയും വേണം. मानना भी है, चलना भी है, വാക്ക് കേൾക്കുകയും വേണം, അതനുസരിച്ച് നടക്കുകയും വേണം. और दूसरों को भी चलाना है. മറ്റുള്ളവരെയും അതിലൂടെ നടത്തണം. इस कारण सेनाओं का यहोवा इज़राइल का परमेश्वर यो कहता है, सुन मैं अपनी प्रजा को कड़वी वस्तु खिलाऊंगा और विष पिलाऊंगा. 15 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, कोविड का टेस्ट കോവിഡിന്റെ ടെസ്റ്റ് कितना कितना कड़वी है, ये हम जानते हैं, देखते हैं, सुनते हैं. നാം അത് എത്ര കഴിക്കുന്നതാണെന്ന് പ്രയാസമുള്ളതാണെന്ന് നാം കേൾക്കുന്നു, നാം അറിയുന്നു. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, आज तक उसका दवाई नहीं निकला है. ഇന്നുവരെ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? सुन मैं अपनी इस प्रजा को कड़वी वस्तु खिलाऊंगा और विष पिलाऊंगा. ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. आज वही हो रहा है, അതാണ് ഇന്ന് നടക്കുന്നത്. फिर भी छुटकारा नहीं है. എന്നിട്ടും വിടുതലില്ല. आज भी कोविड का अंत कब होगा कोई बता नहीं सकता. ഇന്നും കോവിഡ് എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ कई സാധിക്കില്ല. देश बोलते हैं हमने दवाई निकाले हैं. അനേക രാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾ മരുന്ന് ഉണ്ടാക്കിയെന്ന്. 90%, 95% सक्सेस है बोलते हैं. 90-95% സക്സസ് ആണെന്ന് അത് പറയുന്നു. आज ये बोलने के अलावा काम में कुछ दिखाई नहीं दे रहा. എന്നാൽ അത് പറയുകയല്ലാതെ അത് പ്രവൃത്തിയിലൊന്നും കാണുന്നില്ല. हम उसका 16 वचन को हम पढ़ते हैं. 16 വാക്യത്തിലാണ് ഇപ്രകാരം, मैं उन लोगों को ऐसी जातियों में तीतर बीतर करूंगा जिन्हें न तो वे और उनके पुरखा जानते थे, जब तक उनका अंत न हो जाए तब तक मेरी ओर से तलवार उनके पीछे पड़ेगी. അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാൾ അയക്കും. मेरे प्रियजनों, इसका अर्थ क्या है आप समझे? എന്റെ പ്രിയജനമേ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? जब कोविड की महामारी हुई, കോവിഡ് മഹാമാരി വന്നപ്പോൾ अनेक लोग അനേകര് विदेशों से, വിദേശത്തിൽ നിന്ന്, हमारे देश से, നമ്മുടെ ദേശത്തിൽ നിന്ന്, अपने अपने देश से, അവരവരുടെ ദേശത്തിൽ നിന്ന് अपने अपने गांव में चले गए. അവരവരുടെ സ്വന്തം വീടുകളിലെ അല്ല നാട്ടിലേക്ക് പോയി. कई लोग അനേകര് कई सालों के बाद അനേക വർഷങ്ങൾക്ക് ശേഷം जीवन में सोचे नहीं होंगे, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ विदेश से हमारे देशों में आए, വിദേശത്തിൽ നമ്മുടെ ദേശത്തിലേക്ക് വന്നു. ग्रामीण इलाकों में गए, ഗ്രാമങ്ങളിലേക്ക് പോയി. वहाँ कभी वो गए नहीं होंगे. അവിടെ ഒരിക്കലും പോയി കാണുകയില്ല. ऐसी अवस्था में प्रभु ने क्या किया है कि मैं उन्हें तीतर बीतर करूंगा. നമ്മുടെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന ജാതികളിൽ ഞാൻ അവരെ ചിഹ്നിച്ച്, हाँ, जहाँ वो रहते थे, जो सुख विलास में वो रहते थे, അവരേത് സുഖത്തിൽ ജീവിച്ചോ उसमें से निकाल कर അതിൽ നിന്ന് മാറ്റി अब ऐसी परिस्थिति में परमेश्वर ने लेके आया है. ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ ജീവിക്കുന്ന സുഖവിലാസത്തിൽ നിന്ന് उनको ऐसे भयानक जगहों में लेके आया जिसकी कल्पना सोच भी उन्होंने नहीं की. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി. पैसे खत्म हो गए, പൈസ ധനം തീർന്നു. कई लोग अपने अपने घर जाते आते नष्ट हो गए, खत्म हो गए. അവരുടെ വീടുകൾ നഷ്ടമായി. कईयों के परिवार खत्म हो गए, അനേക കുടുംബങ്ങൾ നഷ്ടമായി. कई शादियां हुई, परिवार नष्ट हो गए. അനേക വിവാഹങ്ങൾ നടന്ന് കുടുംബങ്ങൾ നശിച്ചു. कईयों की शादियां होनी थी वो भी नष्ट हो गए. അനേക വിവാഹങ്ങൾ നടക്കണമായിരുന്നു, എന്നാൽ നടന്നില്ല. बच्चों का पढ़ाई, वर्तमान, भविष्य, कोई अभी रास्ता साफ नहीं दिखाई दे रहा. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ऐसी अवस्था में है. അങ്ങനെയുള്ള അവസ്ഥയിലായിട്ടിരിക്കുകയാണ്. इसका कारण क्या है? ഇതിന്റെ കാരണം എന്താണ്? वहाँ लिखा है, അവിടെ എഴുതിയിരിക്കുന്നത്, जब तक उनका अंत ना हो जाए तब तक मेरी ओर से तलवार उनके पीछे पड़ेगी. അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാൾ അയക്കും. ये तलवार यानी क्या है? ഈ വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? परमेश्वर का वचन हमें सिखाता है, ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, उसके मुख से तलवार निकल रही है. അവന്റെ വായിൽ നിന്ന് ഒരു വാൾ പുറപ്പെടുന്നു. परमेश्वर का तलवार उसके मुख से निकल रहा है ना, परमेश्वर का वचन है. അതൊരു ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. वो वचन आज क्रिया कर रहा है. ആ
ആ വചനമാണ് ഇന്ന് ക്രിയ ചെയ്യുന്നത്. पाप की मजदूरी मृत्यु है, പാപത്തിന്റെ ശമ്പളം ये മരണമാണ്. परमेश्वर का वचन है. അത് ദൈവത്തിന്റെ वो വചനമാണ്. पीछे पड़ा है. അത് നമ്മെ പിന്തുടരുകയാണ്. आप बंगलों में रहो, നാം ബംഗ്ലാവിൽ താമസിച്ചാലും आप महलों में रहो, വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചാലും आप बड़े फ्लैट स्कीम में रहो, വലിയ ഫ്ലാറ്റുകളിൽ താമസിച്ചാലും आप बड़े रईस कंट्री में रहो, വലിയ വലിയ രാജ്യങ്ങളിൽ താമസിച്ചാലും कहीं भी रहो, എവിടെ താമസിച്ചാലും कितने बड़े ओहदे पे आप हो, എത്ര വലിയ സ്ഥാനത്തിരുന്നാലും कितना नाम आपका प्रसिद्ध होगा विश्व में, നിങ്ങളുടെ പേര് വളരെ പ്രസിദ്ധമായിരിക്കാം. लेकिन परमेश्वर का वचन तलवार की नाई ऐसे व्यक्तियों को पीछे पड़ा है. എന്നാൽ ദൈവത്തിന്റെ വചനം വാളിനെ പോലെ ഇങ്ങനെയുള്ളവരെ പിന്തുടരുകയാണ്. खिड़कियों में से घुसकर महलों में आई, അത് ജനാലയിൽ കൂടെ കടന്ന് അകത്ത് കയറിയിരിക്കും. दरवाजों के अंदर से घुसकर आई. ദ്വാരത്തിൽ നിന്ന് പ്രവേശിച്ചു കടന്നു. परमेश्वर के वचन को ദൈവത്തിന്റെ വചനത്തെ आप हल्के में ना ले. നിങ്ങളത് തുച്ഛമായി വിചാരിക്കരുത്. भूतकाल में घटी घटनाएं കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനം നിറവേറിയത് आज घट रही है, ഇന്നും നടക്കുന്നു, आगे भी होने वाला है. മുമ്പോട്ടും ദൈവത്തിന്റെ വചനം നിറവേറും. अब हम अंतिम दिनों के अंतिम क्षणों में आ चुके हैं. ഇന്ന് നാം ദൈവത്തിന്റെ ലോകത്തിന്റെ അന്ത്യനാളുകളുടെ അന്ത്യസമയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. कब क्या होगा पता नहीं, എപ്പോഴെന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല. और भी कई घटनाएं होंगी. മുമ്പോട്ടും അനേക കാര്യങ്ങൾ ഇനി സംഭവിക്കുവാനുണ്ട്. अब आपको भरमाने वाले लोग आएंगे. ഇനി നിങ്ങളെ ചതിക്കുവാൻ അനേകർ കടന്നു വരും. ऐसा परमेश्वर का वचन कहता है. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. प्रियजनों, ഈ ജനമേ उसका 21 और 22 को पढ़ेंगे. 20, 21, 22 നാം വായിക്കുന്നു. क्योंकि मृत्यु हमारी खिड़कियों में से होकर हमारे महलों में घुस आई कि हमारी सड़कों में बच्चों को और चौकों में जवानों को मिटा दे. വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. मृत्यु कैसे खिड़की में से आई? കിളിവാതിലൂടെ എങ്ങനെയാണ് മരണം കടന്നു വരുന്നത്? परमेश्वर का वचन तलवार की नहीं घुस आया है. ദൈവത്തിന്റെ വചനം അത് വാളുപോലെ കയറി വന്നിരിക്കുകയാണ്. पाप करने वाला इंसान, പാപം ചെയ്യുന്ന വ്യക്തി, परमेश्वर के वचन को नहीं मानने वाला इंसान, ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത വ്യക്തി, परमेश्वर जो सृष्टि करता है उसकी आज्ञा को नहीं पालने वाला इंसान, ദൈവത്തിന്റെ വചനം സൃഷ്ടികർത്താവിന്റെ വചനം അനുസരിക്കാത്ത മനുഷ്യൻ, अगर वो जाकर അവൻ പോയി बड़े से बड़े बंगले के अंदर വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചാലും उनके परिवार के साथ भी अगर रहे, അരമനകളിൽ പാർത്താലും, जैसे कि उसने कोई पाप किया ही नहीं, അവനൊന്നും ചെയ്യാത്തതുപോലെ ഒന്നും അറിയാത്തതുപോലെ അവിടെ താമസിച്ചാലും, लेकिन परमेश्वर का वचन उसके पीछे पड़ा है. ദൈവത്തിന്റെ വചനം അവനെ പിന്തുടരുന്നു. उसकी खिड़कियों में से होकर അവൻ കിളിവാതിലൂടെ കടന്ന് महलों में घुस आई. അരമനകളിൽ പ്രവേശിച്ചിരിക്കുന്നു. और इसका परिणाम क्या हुआ? അതിന്റെ ഫലമായി वो उनके बच्चे, അവരുടെ പൈതങ്ങൾ, उनके जवान അവരുടെ യുവാക്കൾ सड़कों में, വീതികളിൽ चौकों में വീതികളിൽ വിശാല സ്ഥലത്ത് നിന്നും मरे पड़े. ഛേദിച്ചു കളയുന്നു. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, ये परमेश्वर का वचन बता रहा है. ഇത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. अनेक लोग इस महामारी के समय അനേകർ ഈ മഹാമാരിയുടെ സമയത്ത് घरों से निकलकर വീട്ടിൽ നിന്ന് ഇറങ്ങി चौकों में, വീതികളിൽ, सड़कों में വിശാല സ്ഥലത്ത് നിന്ന് मरे पड़े पाए गए. അനേകർ മരിച്ചു വീണുപോയി. उनके शव रोड में मिले, അവരുടെ ശവങ്ങൾ നമ്മൾ വഴികളിൽ കണ്ടു. उनके शव चौक में मिले. അവരുടെ ശവങ്ങൾ വീതികളിൽ കണ്ടു. ये घटना ഈ സംഭവം आज भी परमेश्वर का भविष्यवाणी के तौर पर पूरा हो चुका है. ഇത് ദൈവത്തിന്റെ ഈ വചനമാണ് ഈ സമയങ്ങളിൽ നിറവേറിയത്. 22 वचन कहता है, 22 വചനത്തിൽ നാം വായിക്കുന്നു, तू कहे यहोवा यूं कहता है, मनुष्यों की लोथें ऐसी पड़ी रहेंगी जैसे खाद खेत के ऊपर और पुलिया काटने वाले के पीछे पड़ी रहती है और उनका वो कोई उठाने वाला ना होगा. 22 വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെ കൊയ്ത്തുകാരന്റെ പിന്നിലെ അരിപ്പടി പോലെയും വീഴും, ആരും അവയെ കൂട്ടിച്ചേർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുക. प्रियजनों,
ये बात कितनी सच्ची है। ഇത് എത്ര സത്യമാണ്. कोई मनुष्य के बुद्धि में आई ये बात? ഇതായതൊരു മനുഷ്യൻ ചിന്തിച്ചോ? कभी होगा करके सोचा है? ഇത് എപ്പോഴേലും സംഭവിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചു? साइंस ने बताया है क्या? ശാസ്ത്രം പറഞ്ഞു. डॉक्टर्स बता सके क्या? ഡോക്ടേഴ്സ് ഇത് പറയാൻ സാധിച്ചോ? कोई भी बता नहीं सका। ആർക്കും ഇത് പറയുവാൻ लेकिन സാധിച്ചില്ല. परमेश्वर का वचन एक भविष्यवाणी के तौर पर आज पूरा हो चुका है। എന്നാൽ ദൈവത്തിന്റെ വചനം ഈ ഒരു പ്രവചനം ഈ നിറവേറിയതാണ് നാം കാണുന്നത്. प्रियजनों, इसलिए അതുകൊണ്ട് പ്രിയജനമേ, ऐसी अवस्थाएं, इससे भयानक अवस्थाएं आगे आने वाली हैं। ഇതിനേക്കാളും വളരെ വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിലേക്ക് നാം പോകാൻ പോവുകയാണ്. इसलिए आप तैयार हो जाइए। അതുകൊണ്ട് നാം തയ്യാറാകുക. हमारे पास इसके सिवा और कोई चारा नहीं है। അതിന് പുറമെ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. पाप की मजदूरी मृत्यु है, പാപത്തിന്റെ ശമ്പളം മരണമാണ്. परंतु परमेश्वर का वरदान हमारे प्रभु यीशु मसीह में अनंत जीवन है। പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. हमारा आत्मा को मरण नहीं है, നമ്മുടെ ആത്മാവിന് മരണമില്ല, लेकिन शरीर को मृत्यु है। എന്നാൽ ശരീരം മരിക്കും. शरीर प्रकार अगर जिएंगे നാം ശരീരപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ तो हमारी आत्मा को भी मृत्यु है, നമ്മുടെ ആത്മാവും മരിക്കും. वो स्वर्ग में नहीं जाएगा। സ്വർഗത്തിൽ പോവുകയില്ല. लेकिन आत्मा के अनुसार यानी वचन के अनुसार अगर जिएंगे, നാം ആത്മാവിനെ അനുസരിച്ചല്ല വചനപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ, परमेश्वर की आज्ञाओं को मानकर जिएंगे, ദൈവത്തിന്റെ ആജ്ഞപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ हमारे लिए स्वर्ग है। നമുക്ക് വേണ്ടി സ്വർഗമുണ്ട്. मेरे प्रियजनों, എന്റെ പ്രിയജനമേ, प्रकाशित वाक्य 19 का 15 को हम पढ़ते हैं, और जाति जाति को मारने के लिए उसके मुख से एक चोखी तलवार निकलती है। आप सोच के देखिए, यही तलवार उस परमेश्वर के वचन में हमने अभी पढ़े यिर्मयाह नबी की किताब में कि जाति जाति को मारने के लिए उसके मुंह से एक चोखी तलवार निकलती है। വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായൊരു മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. प्रियजनों, इसलिए वचन दोधारी तलवार है, ये याद रखना। അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള വാളാണ്. उसका हम 23वां वचन को हम पढ़ेंगे, यिर्मयाह नबी 9 का 23 को हम पढ़ेंगे। യെരമ്യാ 9:23 നാം വായിക്കുന്നു: यहोवा यूं कहता है, बुद्धिमान अपनी बुद्धि पर घमंड ना करे, न वीर अपनी वीरता पर, न धनी अपने धन पर घमंड करे। यानी इसका मतलब क्या है? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. अगर ये सब बातें हमारे जीवनों में है तो ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ हम परमेश्वर के भय में नहीं है। നാം ദൈവഭയത്തിലല്ല ജീവിക്കുന്നത്. ये आप समझ लेना। ഇത് നാം മനസ്സിലാക്കണം. ये सारी चीजें हम पा सकते हैं उस सृष्टिकर्ता से। ഇതെല്ലാം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ആ സൃഷ്ടികർത്താവിൽ നിന്ന്. आप सोच के देखें, ചിന്തിച്ചു നോക്കുക. आकाश, पृथ्वी, समुद्र और ये पृथ्वी के नीचे के सारे चीज, ആകാശം, സമുദ്രം, ലോകത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ച, भूमि के नीचे के ഭൂമിയുടെ അകത്തുള്ള सोना, चांदी, खनिज तेल, क्रूड ऑयल, എല്ലാം, ഭൂമിക്കകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും, आकाश, पृथ्वी और पृथ्वी के नीचे के सारे चीजों को बनाने वाला परमेश्वर आत्मा में है। ആകാശത്തെയും ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തിലുണ്ട്. भूमि के नीचे ഭൂമിക്കകത്ത് सोना है, സ്വർണമുണ്ട്, चांदी है, വെള്ളിയുണ്ട്, डायमंड्स है, വിലയേറിയ വസ്തുക്കളുണ്ട്, क्रूड ऑयल्स है, ക്രൂഡ് ഓയിൽ ഉണ്ട്. जो हमारे लिए दिया है। അതെല്ലാം മനുഷ്യർക്ക് ഉപയോഗിക്കുവാനാണ് ദൈവം തന്നിരിക്കുന്നത്. लेकिन आज इसे प्राप्त करने के लिए എന്നാൽ അത് പ്രാപിക്കുവാനായി चोरी, മനുഷ്യർ മോഷണം, गलत तरीके के काम തെറ്റായ മാർഗങ്ങൾ, अपना कर അത് തെറ്റായ മാർഗങ്ങളിലൂടെ वो प्राप्त करने के लिए मनुष्य की होड़ लगी है, दौड़ लगी है।
അതിനെ ഈ വിലയേറിയ വസ്തുക്കളൊക്കെ പ്രാപിക്കുവാൻ മനുഷ്യർ ഏത് രീതി മാർഗം ഉപയോഗിച്ച് അത് പ്രാപിക്കുവാൻ അത് വിരഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. इसलिए आज पृथ्वी की दशा ऐसी है. അതുകൊണ്ടാണ് ലോകത്തിന്റെ അവസ്ഥ ഇപ്രകാരം. आज हम सब मानव जाति की दशा ऐसी है. എല്ലാ മനുഷ്യജാതികളുടെയും അവസ്ഥകൾ ഇങ്ങനെയാണ്. लेकिन परमेश्वर का वचन कहता है എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, जितनों ने उसे देखा है वो लज्जित नहीं होंगे. അവങ്കിലേക്ക് നോക്കി ആരും ലജ്ജിച്ചു പോയില്ല. लज्जित होने की जरूरत नहीं है मेरे प्रियजनों. നാം ലജ്ജിക്കേണ്ടവരല്ല. प्रभु के वचन के अधीन हो जाओ. ദൈവത്തിന്റെ വചനത്തിന് അധീനായാൽ आपके जीवन में प्रभु काम कर रहे हैं. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. उनकी इच्छा को जानिए आप. ദൈവത്തിന്റെ ആഗ്രഹം ഇഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കുക. आज हमने इन वचनों से सीखा. ഈ വചനങ്ങളാൽ നാം പഠിച്ചത് यिर्मयाह नबी की किताब 9वां अध्याय യെരമ്യാ 9-ാം അധ്യായത്തിൽ कई वचन हमने उठा के पढ़े. അനേക വചനങ്ങൾ നാം വായിച്ചു. आज प्रभु इन वचनों की ओर आपका मन को आकर्षित करे. ഈ വചനങ്ങളിലേക്ക് ദൈവം നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. आप अवश्य वचनों को फिर बार पढ़े. യെരമ്യാ 9-ാം അധ്യായം നാം വീണ്ടും വായിക്കുക. क्यों सड़कों में जवान मारे गए? വീതികളിൽ എന്തുകൊണ്ട് യൗവനക്കാർ മരിച്ചു വീണു? क्यों लड़के चौकों में गिर पड़े? എന്തുകൊണ്ട് വീതികളിലെ തെരുക്കളിൽ മനുഷ്യർ വീണുപോയി? क्यों लोगों की अवस्थाएं ऐसी है? എന്തുകൊണ്ട് ലോകത്തിൽ മനുഷ്യരുടെ അവസ്ഥകൾ ഇങ്ങനായി? आज कोई देश दूसरे देश को, एक देश दूसरे देश को मदद नहीं कर सकता ऐसी हालात में है. ഒരു രാജ്യം മറ്റു രാജ്യത്തെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. देश पर राज्य पर आक्रमण करने की अवस्था में है. രാജ്യം രാജ്യത്തോടും ദേശങ്ങളോടും ആക്രമിക്കുവാനുള്ള സാഹചര്യത്തിലാണ്. बुराई दुनिया में बढ़ चुकी है. ലോകത്തിൽ ബുറായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. उसको कोई रोक नहीं सकता. അതിനെ ആർക്ക് നിർത്തുവാൻ കഴിയുന്നില്ല. कायदा कानून है तो भी उसे रोक नहीं सकता. നിയമങ്ങളുണ്ട് എങ്കിലും അനീതികളെ നിർത്തുവാൻ കഴിയുന്നതല്ല. पुलिस है, क्राइम डिपार्टमेंट है, तो भी ये सब चीजें बढ़ रही है और कई जीवन नष्ट हो रहे हैं. പോലീസ് ഉണ്ട്, ലോസ് ഉണ്ട് എങ്കിലും അനീതികളെ ആർക്ക് നിർത്തുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. क्योंकि मनुष्य का सोच हर समय बुराई है. കാരണം മനുഷ്യന്റെ വിചാരങ്ങൾ എപ്പോഴും അനീതിയായിട്ടുള്ളതാണ്. उत्पत्ति 6 अध्याय में परमेश्वर ने कहा, ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, मनुष्य के मन में सदा बुराई उत्पन्न होता है. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും അഴുക്കാണ് വരുന്നത്. इसीलिए परमेश्वर ने नूह के जमाने में एक बड़ी बाढ़ से लोगों की तबाही की. അതുകൊണ്ടാണ് നോഹയുടെ സമയത്ത് ദൈവം വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ നശിപ്പിച്ചത്. लेकिन नूह के बाद എന്നാൽ നോഹയുടെ കാലശേഷം वो जितना बाढ़ में सब मर चुके हैं. എത്രയോ പേര് ലോകത്തിൽ നോഹയുടെ സമയത്ത് മരിച്ചുവോ, लेकिन नूह और परिवार, എന്നാൽ നോഹയുടെ കുടുംബവും उनके द्वारा അവരുടെ കാരണം वो इकोनॉमी फिर पटरी पे चल पड़ी. എക്കണോമി വീണ്ടും യഥാസ്ഥാനപ്പെട്ടു. आज भी परमेश्वर करने को तैयार है. ഇന്നും ദൈവം അത് ചെയ്യുവാൻ തയ്യാറാണ്. मेरे प्रियजनों, प्रभु की ओर फिरे. എന്റെ ജനമേ, ദൈവത്തിലേക്ക് തിരിയുക. आज परमेश्वर हमारी मदद करने के लिए हर संभव तैयार है. ദൈവം നമ്മെ വിടുവിക്കുവാൻ എപ്പോഴും നല്ല മനസ്സോടെയാണ്. हम हमारे देश के लिए, നാം നമ്മുടെ ദേശത്തിനു വേണ്ടി, हमारे पड़ोसी देशों के लिए, നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് വേണ്ടി, सारे पृथ्वी के देशों के लिए, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി, चाहे वो कोई भी देश हो, ഏത് രാജ്യമായിരുന്നാലും हम सब आत्माएं हैं. അതിലുള്ള എല്ലാ മനുഷ്യരും ആത്മാക്കളാണ്. हम सब एक हैं. നമ്മെല്ലാവരും ഒരുപോലാണ്. अनेकों के सोच अलग अलग है, അനേകരുടെ വിചാരങ്ങൾ വ്യത്യസ്തമാണ്. लेकिन हम सब एक हैं. എന്നാൽ നാം എല്ലാവരും ഒന്നാണ്. हम एक ही जड़ से बाहर आए हैं. ഒരു വേരിൽ നിന്നാണ് നാം എല്ലാവരും പുറപ്പെട്ടത്. परमेश्वर ने हमें बनाया है. ദൈവം നമ്മെ സൃഷ്ടിച്ചത്. चाहे वो कोई भी देश का हो, ഏത് രാജ്യത്തിലെ, कोई भी भाषा का हो, ഏത് ഭാഷക്കാരായ, कोई भी जाति का हो, धर्म का हो, ഏത് ജാതി ഏത് ധർമ്മമായിരുന്നാലും वो सब मनुष्य का देन है. അതെല്ലാം മനുഷ്യനാണ് തന്നിരിക്കുന്നത്. इसलिए हम प्रार्थना करें. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. अभी जो जीवित बचे हैं നാം ജീവനോട് ശേഷിച്ചിരിക്കുന്നവർ, उनका उद्धार हो, അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. कोई नष्ट न हो. ആരും നശിച്ചു പോകരുത്. जो नष्ट हो गए, നശിച്ചു പോയവര്, मर चुके हैं, മരിച്ചു പോയവര്, दुनिया छोड़ चुके हैं, ലോകം വിട്ടുപോയവർ, उनके लिए हम कुछ नहीं कर सकते. അവർക്ക് വേണ്ടി ഇനി നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. लेकिन आज जीवित लोगों के लिए हम प्रार्थना करें. എന്നാൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. परमेश्वर जीवित है.
ദൈവം ജീവിക്കുന്നു, परमेश्वर प्रेम है, ദൈവം സ്നേഹമാകുന്നു, परमेश्वर ज्योति है, ദൈവം വെളിച്ചമാകുന്നു, परमेश्वर सामर्थ्य है। അവൻ ശക്തിമാനാണ്। आकाश, पृथ्वी, समुद्र और हमको पेड़ पौधों, नदी नालियों को सबको बनाने वाला प्रभु है। ആകാശത്തെയും ഭൂമിയെയും ഭൂമിയുള്ള സകലത്തെയും മനുഷ്യവർഗത്തെയും ലോകത്തിൽ നാം കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്। प्रभु आपको इन वचनों से आशीष दे। ദൈവം ഈ വചനങ്ങളാൽ നമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ। आप बोलकर हम इस समय इस भाग को यहाँ खत्म करते हैं। ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാം ഇവിടെ നിർത്തുകയാണ്। मेरे प्रियजनों, എന്റെ പ്രിയജനമേ, हम आगे भी कुछ वीडियोस और ऑडियोस डालने वाले हैं। മുമ്പോട്ടും ചില വീഡിയോകൾ ഓഡിയോകൾ ഇടുവാൻ ആഗ്രഹിക്കുന്നു, प्रेजेंटेशन डालने वाले हैं। പ്രസന്റേഷൻസ് ഇടുവാൻ ആഗ്രഹിക്കുന്നു। आप लोग इस चैनल को शेयर करें, सब्सक्राइब करें। ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക। हमको आपका गुड्स लाइक्स कुछ नहीं होना, कमेंट्स नहीं होना, നിങ്ങളുടെ കമന്റുകളോ ഗുഡോ ലൈക്കോ ഒന്നും വേണ്ട, लेकिन आप सच्चाई को जाने എന്നാൽ സത്യത്തെ അറിയണം, और उसके लिए जिए मेरे प्रियजनों। ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കണം। धन के पीछे ना जाए, ധനത്തിന്റെ പുറകെ മാത്രം പോകാതെ परमेश्वर के लिए जिए। ദൈവത്തിന് വേണ്ടി ജീവിക്കുക। परमेश्वर आपको सब कुछ देगा। ദൈവം നമുക്ക് വേണ്ടി സകലവും കരുതി। वो सृष्टि करता है അവൻ സൃഷ്ടികർത്താവാണ്, तो वो देने को तैयार है, അവൻ തരുവാൻ ആഗ്രഹിക്കുന്നു। लेकिन उसकी आज्ञा को पाले, എന്നാൽ അവന്റെ ആ വചനത്തെ നാം അനുസരിക്കുക। क्योंकि ये पृथ्वी में कई नियम है, उसको हम फॉलो करते हैं। ഈ ലോകത്തിലുള്ള നിയമങ്ങളെ നാം പാലിക്കാറുണ്ട്। ट्रैफिक नियम है, ട്രാഫിക്കിലെ നിയമമുണ്ട്, कॉरपोरेशन के नियम है, കോർപ്പറേഷന്റെ നിയമമുണ്ട്, पंचायत के नियम है, പഞ്ചായത്തിന്റെ നിയമങ്ങളുണ്ട്, क्राइम के नियम है, ക്രൈമിന്റെ നിയമങ്ങളുണ്ട്, पुलिस डिपार्टमेंट के नियम है, പോലീസിന്റെ നിയമങ്ങളുണ്ട്, एक्साइज के नियम है। എക്സൈസിന്റെ നിയമങ്ങളുണ്ട്। ये सब हम फॉलो करते हैं। ഇതെല്ലാം നാം പാലിക്കാറുണ്ട്। रोड में चलते समय गाड़ी चलाने का नियम है, റോഡിൽ നാം സഞ്ചരിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്। वहाँ हम वो उसको नहीं पाले तो उसका परिणाम हमारे ऊपर होता है। അത് നാം പാലിച്ചില്ല എങ്കിൽ അതിൻ്റെതായ ഫലങ്ങൾ നാം അനുഭവിക്കും, ഫൈനുകളും മറ്റുമുണ്ട്। मेरे प्रियजनों, लेकिन परमेश्वर का वचन ऐसा नहीं कहता है। लेकिन ദൈവത്തിന്റെ വചനം അങ്ങനെയല്ല നാം പാലിക്കുന്നത്। परमेश्वर की आज्ञाओं को मानोगे तो ये मात्र आप ये पृथ्वी पर भी सही तरीके से जी पाओगे, बाद में मरणोपरांत हमारे लिए अनंत काल का एक जीवन स्वर्ग में है, वो मिल पाएगा। നാം ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നല്ലതായിട്ട് ജീവിക്കുവാനോ അതിനുശേഷം നാം നിത്യതയിൽ നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ സാധ്യമാണ്। हम सब विश्वास के साथ में നമുക്കെല്ലാം വിശ്വാസത്തോടെ कि हम सब बाद में एक दिन वहाँ स्वर्ग में मिलेंगे। ലോകത്ത് കർത്താവിനോടൊപ്പം നമ്മൾ ജീവിക്കുമെന്ന് നമ്മൾ ആഗ്രഹമുണ്ട്। वो सोच कर विश्वास कर कर അത് വിശ്വസിച്ച് അതിനനുസരിച്ച് मैं यहाँ पर ये मैसेज को ख़त्म करता हूँ। ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്। प्रभु आपको आशीष करे। ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ। हालेलुया, प्रेज द लॉर्ड।